പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി കുളി സോപ്പാണ് പിയേഴ്സിൻ്റെ സെയിം സോപ്പ്. അപ്പോൾ നമ്മളെ മുഖത്തുള്ള പാടുകളും കറുപ്പും മുഖത്തുള്ള മൊരിച്ചില് എല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സോപ്പാണ്. സൗന്ദര്യം വിടാനും മുഖ നിറം വയ്ക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി സോപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, പിയേഴ്സിൻ്റെ സെയിം സോപ്പ്. അപ്പോൾ ഞാനൊന്ന് പതപ്പിച്ച് കാണിച്ചു തരാം. കണ്ട, നല്ല പതയുള്ള സോപ്പാണ്. നല്ല പതയും പിയേഴ്സിൻ്റെ സെയിം മണവും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലിട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി 500 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് സോപ്പ് കടകളിലൊക്കെ ചില സോപ്പ് കടകളിൽ കിട്ടും. എല്ലാ സോപ്പ് കടയിലും കിട്ടില്ല, ചില അപൂർവം ചില കടകളിലൊക്കെ കിട്ടും. 500 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതും കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയ ക്യാരറ്റ്. പിന്നെ കറ്റാർ വാഴ. ഈ കറ്റാർ വാഴ കട്ട് ചെയ്ത് കുറേ സമയമായി വെച്ചിട്ട് അതിൻ്റെ മഞ്ഞക്കറയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട, വലിയ തഴച്ച് കിടപ്പുണ്ട്, വലിയ കറ്റാർ വാഴയാണ്. അപ്പം നമുക്ക് ഇത്രയും മതിയാവും. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കഴുകിയെടുക്കാം. അതിൻ്റെ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ എന്തെങ്കിലും വിഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. കണ്ട, അതിൻ്റെയും പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല ഇതാ, കണ്ടില്ലേ, നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അടിച്ചെടുത്ത് എന്നിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാതെ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ക്യാരറ്റ് കട്ട് ചെയ്ത് ഇതിൻ്റെ 2 ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് തോടൊന്ന് ചെത്തിയെടുക്കാം. ഒരു തോട് ആവശ്യമായിട്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ക്യാരറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം, ജ്യൂസ്. അതിൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ട്. ഇതും മാറ്റി വയ്ക്കാം. ഇനി സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലിട്ട് കൊടുക്കാം. മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് മുഖത്തുള്ള കറുപ്പ്, പിന്നെ മുഖം വെളുക്കാനും അതേപോലെ മുഖത്തുള്ള ചുളിവുകളെല്ലാം മാറിക്കിട്ടാനും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി സോപ്പാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ വെള്ളമെല്ലാം വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ ഇറക്കി വെച്ച് കൊടുക്കാം. മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ അത് ഉരുകി കിട്ടാനുണ്ട്. അപ്പോൾ എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറ്റാർ വാഴയുടെ ജെല്ലില്ലേ, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
യഥാർത്ഥ പിയേഴ്സ് സോപ്പിൻ്റെ അതേ കളറായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ മറ്റേ സ്റ്റോൺ പൗഡറാണ് നമുക്ക് സോപ്പ് കടയിൽ നിന്നൊക്കെ തരുന്നത് കേട്ടോ. അന്ന് ഈ ബേസൊന്നും ഇല്ല. ഇപ്പോഴൊക്കെ ഈ ഇടക്കാലത്താണ് ഈ സോപ്പ് ബേസൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അന്ന് നമ്മൾ ഈ ചന്ദന സോപ്പൊക്കെ വാങ്ങില്ലേ, അതേപോലെ ഇരിക്കും. ഉണ്ടാക്കുമ്പോൾ ഒരുമാതിരി സന്തൂർ സോപ്പൊക്കെ സന്തൂറല്ല, മൈസൂർ സാൻഡൽ സോപ്പില്ലേ, അതേപോലെയൊക്കെ ഇരിക്കും ആ സോപ്പ്, സ്റ്റോൺ പൗഡർ കൊണ്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. സ്റ്റവ് ഓഫ് ചെയ്യാം. പണ്ടാണെങ്കിൽ ഇത് നമ്മൾ ഇതിലില്ലേ, ഗൃഹലക്ഷ്മി ഇല്ലേ, ഗൃഹലക്ഷ്മി കൂടെയാണ് നോക്കി ഈ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന കട കണ്ടുപിടിച്ചത്. അതിലാണ് അഡ്രസ്സ് കൊടുത്തിരുന്നത്. ചാലയിൽ ഒരൊറ്റ കടയേ ഉള്ളായിരുന്നു. ആ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത്. തിരുവനന്തപുരം ചാലയില്ലേ, അവിടെ നിന്ന്. ഇനി ഇതിലോട്ട് പെർഫ്യൂം ഒഴിച്ചു കൊടുക്കാം. പിയേഴ്സിൻ്റെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട്. പിയേഴ്സിൻ്റെ സെയിം മണമാണ് കേട്ടോ ഇത്. കളറും കണ്ടില്ലേ, സെയിം പിയേഴ്സിൻ്റെ അതേ കളറ്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയാണ്, വീട്ടിലെ മഞ്ഞൾ പൊടിച്ചത്. ഇനി നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെയുള്ളൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറേ ഡിസൈനുള്ളത് മോൾഡുകളുണ്ട് കേട്ടോ. ഞാൻ ഈ പിയേഴ്സിൻ്റെ സെയിം ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് 6 സോപ്പ് കിട്ടിയിട്ടുണ്ട് 1/2 കിലോയിൽ. നമുക്ക് ഈ പത അങ്ങെടുത്ത് കോരി മാറ്റിക്കളയാം. ഞാൻ കടയിൽ നിന്ന് വാങ്ങാറേ ഇല്ല സോപ്പ്. നമ്മൾ ഈ പല രീതിയിലുള്ള സോപ്പുകളും വെച്ചുണ്ടാക്കിയാണ് നമ്മൾ കുളിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ ഇതേപോലെ സോപ്പ് ബേസ് വാങ്ങിച്ച് ചെയ്യണം. അപ്പോൾ നമുക്കിത് സെറ്റായിട്ട് നോക്കാം.